അത് ഈ ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് അത് ഏത് കാലത്തും സർക്കാർ നേരിടുന്ന പ്രശ്നമാണ്. അത് കഴിഞ്ഞ സർക്കാർ, പിണറായി സർക്കാർ നേരിട്ട വിഷയമാണ്. പക്ഷേ ആ സമയത്ത് കോവിഡ് തുടങ്ങിയ വെള്ളപ്പൊക്കം തുടങ്ങിയവ നേരിട്ട രീതിയിലും അതിൽ ജനങ്ങളുടെ ആ സമയത്ത് ഒരു കോൺഫിഡൻസ് ആ ഗവൺമെന്റിൽ വന്നു. അതുകൊണ്ട് രാഷ്ട്രീയത്തിനപ്പുറം എ ഗവൺമെന്റ് വിച്ച് ക്യാൻ സേഫ് ഗാർഡ് ദെയർ ഇൻട്രസ്റ്റ് എന്നുള്ളൊരു ഫീലിംഗ് കോമൺ മാന് തോന്നി. അതാണ് രണ്ടാമത് തുടർ ഭരണം കിട്ടിയത്. ഇപ്രാവശ്യം അങ്ങനെ മാനേജ് ചെയ്ത സിറ്റുവേഷൻസ് ഒന്നും അധികമില്ല. ഈ കഴിഞ്ഞ പിണറായി വിജയൻ ഏതെങ്കിലും ഒരു കലാമിറ്റിയോ അങ്ങനെ ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പല മേഖലയിലും ആൾക്കാർക്ക് എതിരഭിപ്രായമുണ്ട്. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും വീറോടുകൂടിയ വാശിയോടുകൂടിയ മത്സരം നടക്കുമ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് മത്സരം നേർക്ക് നേരെ കടുപ്പിക്കുമ്പോൾ മൂന്നാം മുന്നണിയായി BJPയും ഇക്കുറി കേരളത്തിൽ കളം നിറഞ്ഞ് കളിക്കാനിറങ്ങുമ്പോൾ തീർച്ചയായും ഏത് മണ്ഡലത്തിലായാലും, അതായത് കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഏത് മണ്ഡലത്തിലായാലും മൂന്നാം കക്ഷിയുടെ സ്വാധീനവും അവർ നേടുന്ന വോട്ടും തന്നെയായിരിക്കും കേരളത്തിലെ ഓരോരോ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത് എന്നാണ് പ്രശസ്ത മലയാള ചലച്ചിത്ര താരമായ ജഗദീഷ് വോട്ട് ചെയ്യാനെത്തിയപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജഗദീഷ് തിരുവനന്തപുരത്ത് നിന്നും മത്സരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ തന്റെ കുടുംബക്കാർക്ക് താൻ സമ്പൂർണമായി രാഷ്ട്രീയത്തിൽ വരുന്നതിനോടും തന്നെ ഒരു രാഷ്ട്രീയക്കാരനായി ജനം കാണുന്നതിനോടും വിയോജിപ്പുള്ളതിനാൽ താൻ രാഷ്ട്രീയത്തിൽ നിന്നും കൃത്യമായി ഒരു അകലം തന്നെ പാലിച്ചു കഴിയുന്നു. എന്നാൽ രാഷ്ട്രീയക്കാർ ഒരു കാരണവശാലും മോശമല്ല, രാഷ്ട്രീയം രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്ന് തന്നെയാണ് തന്റെ അഭിപ്രായം. തീർച്ചയായും പക്ഷേ താൻ രാഷ്ട്രീയക്കാരനായി ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ വക്താവായി ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ തന്റെ കുടുംബം ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് താൻ സമ്പൂർണമായ രാഷ്ട്രീയം വിട്ടു മാറി നിൽക്കുന്നു എന്നാണ് ജഗദീഷ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഭരണവിരുദ്ധ വികാരം എല്ലാ കാലത്തുമുണ്ട്. ഏതെങ്കിലും ഒരു മുന്നണി ഭരിക്കുമ്പോൾ തീർച്ചയായും ആ മുന്നണിയുടെ ഭരണം കഴിയുന്ന വേളയിൽ ഭരണവിരുദ്ധ വികാരം കൃത്യമായി തന്നെ എല്ലാ മുന്നണികൾ ഭരിച്ചാലും ഉണ്ടാകും. ഇക്കുറി പിണറായി വിജയൻ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അത്തരം വിഷയങ്ങളിലേക്കൊന്നും താൻ കടക്കുന്നില്ല. എന്നാൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത് മൂന്നാം സ്ഥാനാർത്ഥി തന്നെയാണ്. അതായത് പ്രബലരായ 2 മുന്നണികൾ നേർക്കുനേർ മത്സരിക്കുമ്പോൾ മൂന്നാം കക്ഷി എത്രമാത്രം വോട്ട് പിടിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഓരോ മണ്ഡലത്തിലെയും ജയം ഉറപ്പിക്കുക അല്ലെങ്കിൽ പരാജയം ഉറപ്പിക്കുക എന്ന് ജഗദീഷ് തുറന്നടിക്കുമ്പോൾ കൃത്യമായ ഒരു രാഷ്ട്രീയക്കാരന്റെ നിരീക്ഷണ പാടവത്തോടു കൂടി തന്നെയാണ് ജഗദീഷ് ഇത്തരം ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നതിനാൽ, പിണറായി വിരുദ്ധ വികാരം നിലനിൽക്കുന്നതിനാൽ UDF വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി UDF തരംഗം തന്നെയായിരിക്കും കേരളത്തിൽ ഉണ്ടാവുക. UDF വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി 100-ൽ അധികം സീറ്റ് നേടി ഭരണത്തിൽ തിരിച്ചെത്തും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുമ്പോൾ ഒരു വേള ഇടത് രാഷ്ട്രീയ തത്വചിന്തകന്മാർ തന്നെ ഇത്തരം കാര്യം തുറന്നടിക്കുമ്പോൾ പിണറായി വിജയന്റെ കാര്യം ഏതാണ്ട് പരിങ്ങലിലായിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടതുപക്ഷത്തിന്റെ തോൽവി ഉറപ്പിച്ചിരിക്കുന്നു. എന്നാൽ UDFന് എത്രമാത്രം സീറ്റുകൾ കൂടുതൽ ലഭ്യമാകും, എത്ര ഭൂരിപക്ഷം കൂടും എന്നുള്ളതിൽ മാത്രമാണ് സംശയം എന്നാണ് കേരളത്തിലെ ഇതുവരെയുള്ള പോളിംഗ് ശതമാനം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് രാഷ്ട്രീയകാര്യ നിരീക്ഷകരും സൂചിപ്പിക്കുന്നു. എന്തായാലും ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഓരോ കുട്ടിക്ക് പോലും 6 ലക്ഷം കോടിയുടെ അധിക ബാധ്യത വരുത്തിവെച്ച് ഖജനാവിൽ 5ഓ 10ഓ പൂച്ചകളെ പ്രസവിക്കാൻ വിട്ടുകൊണ്ട് ധൂർത്തടിച്ച് ധാർഷ്ട്യത്തിന്റെ പ്രതിരൂപമായി ഭരിക്കുന്ന പിണറായി വിജയനെ താഴെ ഇറക്കാൻ കിട്ടുന്ന ഈ അവസരം ജനങ്ങൾ വിനിയോഗിക്കും എന്ന് തന്നെയാണ് UDFും ഇപ്പോൾ തുറന്നടിക്കുന്നത്. എന്തായാലും വോട്ട് ചെയ്യാനെത്തിയ പ്രശസ്ത ചലച്ചിത്ര താരം ജഗദീഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് അവലോകനത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്ക് ഒന്ന് കാണാം. ഇപ്പം ഞാൻ എന്നെ ഒരു രാഷ്ട്രീയക്കാരനായി കാണുന്നതിൽ ഇവർക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വിട്ടു നിൽക്കുന്നത്. പിന്നെ എനിക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വേഷങ്ങൾ അതെല്ലാം അത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി രാഷ്ട്രീയത്തോട് എന്താ പറയുക, രാഷ്ട്രീയം മോശമായിട്ടല്ല, ഞാൻ എത്രത്തോളം രാഷ്ട്രീയത്തിന് വഴങ്ങുന്നവനാണ് എന്ന കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അല്പം പിന്നാക്കം നിൽക്കുന്നത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഞാനൊരു കോമേഴ്സ് അധ്യാപകനായിട്ട് വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു അസസ്മെന്റ്, ഞാൻ നിങ്ങളുടെ എല്ലാ ചാനലുകളുടെയും ചർച്ച
ഞാൻ മുടങ്ങാതെ എല്ലാം കാണുന്നുണ്ട്. മിസ് ചെയ്താൽ പിറ്റേ ദിവസം രാവിലെയുള്ള റീടെലികാസ്റ്റെങ്കിലും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഓരോ അസസ്മെന്റും സർവേയും ഒക്കെ ഉണ്ട്. എന്റേതായിട്ടുള്ളൊരു കാൽക്കുലേഷൻ ഞാൻ പറയാണ്. അതായത് ഇവിടെ അധികാരത്തിൽ വരാൻ വേണ്ടി രണ്ട് മുന്നണികൾ, ശക്തി തെളിയിക്കാൻ വേണ്ടി ഒരു മുന്നണി. ഇതാണ് എൻ്റെ കാഴ്ചപ്പാട്. അത് ചിലപ്പോൾ ശക്തി തെളിയിക്കാൻ വേണ്ടിയല്ല, അധികാരത്തിൽ വരാൻ വേണ്ടിയാണ് എന്ന് മൂന്നാമത്തെ മുന്നണിയും ചിലപ്പോൾ അവകാശപ്പെടുമായിരിക്കാം. പക്ഷെ ഞാൻ കാണുന്നത് മൂന്നാമത്തെ മുന്നണി എന്ന് പറയുന്നത് ശക്തി തെളിയിക്കാനുള്ള താല്പര്യം. ഇവിടെ വരുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് എ എന്ന മുന്നണി 40 വോട്ട് കിട്ടുന്നു എന്ന് വിചാരിക്കുക. ബിയും സിയും കൂടെ ചേർന്ന് 60. അതിൽ സിക്ക് കിട്ടുന്നത് 21 ആണെങ്കിൽ ബിക്ക് 39 ആവും. 39 1 40 20 60. കൂടുതൽ എക്കെതിരായിരിക്കും. പക്ഷേ ബിയും സിയും കൂടെ ചേരുമ്പോൾ 60 ആണ്. ഇൻഡിവിജ്വലായിട്ട് നിൽക്കുമ്പോൾ 39 ആവുന്നുള്ളൂ. അപ്പോൾ എ ജയിക്കും. അപ്പം മൂന്നാമത് ആയി വരുന്ന സ്ഥാനാർത്ഥിയുടെ വോട്ടാണ് ഇവിടെ വിജയെ തീരുമാനിക്കുന്നത് എന്ന ഒരു റീഡിങ്ങിലാണ് ഞാനുള്ളത്. എൻ്റെ നിഗമനം എങ്ങനെ വരുന്നുള്ള മെയ് 4 തീയതി നമുക്ക് നോക്കാം. പറഞ്ഞ് മനസ്സിലായില്ലേ? അതായത് ഈ രണ്ടാമത്തെ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ആൾ ചിലപ്പോൾ അയാൾ ഈ 40 മുകളിൽ കിട്ടിയാൽ മാത്രമേ ബിക്ക് ജയിക്കാൻ കഴിയൂ. അപ്പോൾ തീരുമാനിക്കുന്നത് മൂന്നാമത്തെ സ്ഥാനാർത്ഥിയുടെ വോട്ടുകളാണ്. ഈ മൂന്നാമത്തെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മുന്നണിയായിട്ടല്ല ഞാൻ കണക്കാക്കുന്നത്. പല സ്ഥലത്തും പലതരത്തിലുള്ള ത്രികോണ മത്സരമാണ്. മൂന്നാമത്തെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കൊടുക്കുന്ന വോട്ട്, അത് ജയിക്കില്ല എന്നറിഞ്ഞിട്ടും കൊടുക്കുന്ന വോട്ട്, അത് എയോ ബിയോ ബാധിക്കും എന്നാണ് എൻ്റെ ഒരു റീഡിംഗ്. അതുകൊണ്ട് എനിക്ക് പ്രഡിക്ഷൻ പറ്റുന്നില്ല. എന്ത് സർവേ ആണെങ്കിലും തേർഡ് കാൻഡിഡേറ്റ്, ദ ലൂസിംഗ് കാൻഡിഡേറ്റ്, പരാജയപ്പെട്ട കാൻഡിഡേറ്റ്, എന്നെപ്പോലുള്ള കാൻഡിഡേറ്റ് അല്ല, ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പൊ എ ഭരിക്കുന്ന പാർട്ടിയാണ്, ബിയും സിയും വിരുദ്ധരായി നിലകൊള്ളുകയാണ്. അപ്പൊ അതിലും രണ്ടുപേരും കൂടെ ചേർന്നല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അല്ല, അത് നമ്മളിവിടെ രാഷ്ട്രീയം പറയാൻ പാടില്ല. അത് ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? അല്ല, വ്യക്തിപരമായി വിലയിരുത്തുമ്പോൾ അതിൽ നേട്ടങ്ങളുണ്ട്, ഒരുപാട് കോട്ടങ്ങളുമുണ്ട്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്, യാതൊരു സംശയമില്ല അതിൽ. അല്ല, ഔട്ട്കം എന്ന് പറയുന്നത് ജനങ്ങളുടെ വികാരം എന്തെന്ന് ഏകദേശം എല്ലാവരുടെയും മനസ്സിലുണ്ട്. ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എൻ്റെ മനസ്സിലും ജനങ്ങളുടെ മനസ്സിലുണ്ട്. അത് ഞാൻ പറയുന്നില്ലെങ്കിലും ആ ആഗ്രഹം വളരെ വ്യക്തമാണ്. പക്ഷെ ആ ആഗ്രഹം സാക്ഷാത്കരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് എത്തണം. അതാണ് എൻ്റെ പോയിന്റ്. ഇപ്പോൾ ആന്റി ഇൻകംബൻസി എന്നുള്ളത്, അത് ഈ ഭരണവിരുദ്ധ വികാരം എന്നുള്ളത്, അത് ഏത് കാലത്തും സർക്കാർ നേരിടുന്ന പ്രശ്നമാണ്. അത് കഴിഞ്ഞ സർക്കാർ, പിണറായി സർക്കാർ നേരിട്ട വിഷയമാണ്. പക്ഷെ ആ സമയത്ത് കോവിഡ് തുടങ്ങിയ വെള്ളപ്പൊക്കം തുടങ്ങിയവ നേരിട്ട രീതിയിലും അതിൽ ജനങ്ങളുടെ ആ സമയത്ത് ഒരു കോൺഫിഡൻസ് ആ ഗവൺമെന്റിൽ വന്നു. അതുകൊണ്ട് രാഷ്ട്രീയത്തിനപ്പുറം എ ഗവൺമെന്റ് വിച്ച് ക്യാൻ സേഫ് ഗാർഡ് ദെയർ ഇൻട്രസ്റ്റ് എന്നുള്ളൊരു ഫീലിംഗ് കോമൺ മാന് തോന്നി. അതാണ് രണ്ടാമത് തുടർ ഭരണം കിട്ടിയത്. ഇപ്രാവശ്യം അങ്ങനെ മാനേജ് ചെയ്ത സിറ്റുവേഷൻസ് ഒന്നും അധികമില്ല. ഈ കഴിഞ്ഞ പിണറായി വിജയൻ ഏതെങ്കിലും ഒരു കലാമിറ്റിയോ അങ്ങനെ ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പല മേഖലയിലും ആൾക്കാർക്ക് എതിരഭിപ്രായമുണ്ട്. ആ എതിരഭിപ്രായം വോട്ടായിട്ട് മാറുമ്പോൾ അവർ ഏത് മുന്നണിക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഡിസൈസീവ് ഫാക്ടറാണ്. അപ്പോൾ ശക്തി തെളിയിക്കാൻ വേണ്ടിയുള്ള വോട്ടെന്ന് പറയുന്നത് അത് യഥാർത്ഥ തീരുമാനത്തിൽ നിന്നും ചിലപ്പോൾ മാറിപ്പോയേക്കാം. അല്ല, വ്യക്തിപരമായ ആഗ്രഹം ഞാൻ പ്രകടിപ്പിക്കുന്നില്ല. കാരണം ഗണേഷ് കുമാറിനെതിരെ എന്നല്ല, മത്സരിക്കാൻ പാടില്ലായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. മത്സരിക്കേണ്ടായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. കാരണം രാഷ്ട്രീയം, എനിക്ക് കോളേജ് രാഷ്ട്രീയത്തിലുള്ള എക്സ്പീരിയൻസേ ഉള്ളൂ. ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു മാരിവൻസ് കോളേജിൽ, ഗവൺമെന്റ് ആർട്സ് കോളേജിൽ 3 വർഷം ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. അങ്ങനെയുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. അല്ലെ, രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒട്ടും മോശമായിട്ടുള്ള കാര്യമല്ല. സിനിമാ മേഖലയിലുള്ളവർ ഇതിലേക്ക് ഇറങ്ങുന്നവരോടും അത് തന്നെയാണോ താങ്കളുടെ എക്സ്പീരിയൻസ്? അല്ലല്ല, അവർക്ക് പലർക്കും രാഷ്ട്രീയം കഴിയും. എന്നെക്കാളും മികച്ച രീതി. എന്റെ സ്വപ്നം എന്ന് പറയുന്നത് റോൾസ് ആണ്. എനിക്ക് MLA സ്ഥാനമല്ല. എനിക്ക് മന്ത്രിയാകുന്നതിനേക്കാളും ഇഷ്ടം മന്ത്രിയെ അഭിനയിക്കുന്നതാണ്. സ്ഥലത്തെ പ്രധാന പെയിൻസിൽ ഞാൻ അഭിനയിച്ചു. അടുത്ത മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹമുണ്ട് സിനിമയില്. അടുത്ത എന്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മുഖ്യമന്ത്രിയായി എനിക്ക് സ്ക്രീനിൽ കാണണം. അല്ല, റിയൽ ലൈഫിൽ മുഖ്യമന്ത്രിയോ ഒരു ഗവർണർ ആകുന്നതിനേക്കാളും എനിക്ക് താല്പര്യം രാജമൗലിയുടെ സിനിമയിൽ ഒരു റോളാണ്. താങ്ക് യു.